ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ടു മൈ കിച്ചൺ. ഇന്ന് ഞാനൊരു മഷ്റൂം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ആൻഡ് ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ അത്ര നല്ല കുക്കൊന്നും അല്ല. ഓക്കെ, അതുമാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഈ മഷ്റൂം ബിരിയാണി. ചിലപ്പോൾ സക്സസ് ആകാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓഫ് ദ ഡേ, മഷ്റൂം. അപ്പൊ ഈ മഷ്റൂമാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബസ്മതി റൈസ് എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിരുന്ന് കുതിരണം. ആ സമയം കൊണ്ട് നമുക്ക് മഷ്റൂം കട്ട് ചെയ്ത് മഷ്റൂമിനെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. കറിയിച്ചു വയ്ക്കാൻ പറ്റാത്ത കട്ടിയിട്ട് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഉള്ളി അടുത്തോട്ട് വെക്കാനേ പറ്റണില്ല. ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വേണ്ടത്? അടുത്ത് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തിട്ട് വരാം. സവോളയായി, തക്കാളിയായി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായി. ഇതിൽ പച്ചമുളക് കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ പച്ചമുളക് ഇടാനുള്ളൊരു റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അതിൻ്റെ ഒരൊറ്റ പേരിൽ ഇത് സ്പൈസി ആണമ്മേ, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന 2 കുരുന്നുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് പച്ചമുളക് ഇടാനുള്ള ധൈര്യം, ആ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ല. നമുക്ക് പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. ബാക്കി പ്രൊസീജിയറിലേക്ക് കിടക്കാം. കമോൺ. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ ചൂടാകുമ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി നെയ്യും ഒരു റിഫൈൻഡ് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇടാൻ പോകുന്ന ഒരു 4-5 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തേക്കുക. ഇനി വേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, തക്കോലം. ഈ തക്കോലം എന്ന് പറയുന്ന സാധനം പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റാർ ഷേപ്പിലിരിക്കുന്ന സാധനമാണ്. ഇപ്പോഴാണ് അതിൻ്റെ പേര് തക്കോലം എന്നാണ് തിരിച്ചറിഞ്ഞത്. ഞാനിവിടെ അത് പീസായിട്ട് വെച്ചിട്ടില്ല, അതെല്ലാം കൂടെ പൊടിച്ചായപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇത് തക്കോലും, പട്ട, ഗ്രാമ്പും ഒക്കെ കൂടെ പൊടിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻഡിവിജ്വൽ പീസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്രാമ്പു ഒരു 5-6 പട്ട ഒരു പീസ്, തക്കോലം 1 അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതില്ലാത്തത് കാരണം ഞാൻ പൊടിച്ചത് ചേർക്കുന്നു. ബേ ലീവ്സ് കൂടെ ഇടാം. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. അതിലോട്ട് ഈ സവോള ചേർക്കാൻ പോവുക. ഇവിടെ ഉള്ളി ഏകദേശം ഒരു പകുതിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിനി അതിനനുസരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാൻ പോവുക. ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അടുത്തിനി മെയിനായിട്ടുള്ള സാധനം മഷ്റൂം ഇടാൻ പോവുകയാണ്. മഷ്റൂം കഴുകി വൃത്തിയാക്കി, നല്ലപോലെ കെയർ ചെയ്യണം. കഴുകി വൃത്തിയാക്കിയ മഷ്റൂം ചേർക്കാൻ പോകും. എടുക്കുന്ന അരിയുടെ കണക്കിന് വെള്ളം വയ്ക്കുക. ഓരോ അരിക്കും ഡിപ്പെൻഡാണ്. ചിലപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം വേണ്ടി വരും, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അപ്പം നമ്മൾ എടുക്കുന്ന അരിയുടെ കണക്കിന് എത്ര വെള്ളമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്ത് മഷ്റൂം വേവിക്കാൻ വെക്കണം. പിന്നെ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഞാൻ അരി ഇടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനെടുത്ത് അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പോവാം കേട്ടോ. ഇച്ചിരി മുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഇതിലോട്ടിടാം. അങ്ങനെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് മഷ്റൂം ബിരിയാണി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ?
ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ ബിരിയാണി വെക്കുന്നതും ആദ്യമായിട്ടാണ് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് പേടിയാണ്, വെള്ളം കൂടിപ്പോകുമോ, കുഴഞ്ഞു പോകുമോ, അത് വെള്ളം കുറഞ്ഞ് വേകാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു പേടി കാരണം ഞാൻ ഇതുവരെയും കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു, എനിവേ ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ കുക്കറിലതും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. ഒരു വിസിൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിസിൽ കഴിഞ്ഞൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. എനിവേ ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ദാ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഒരു ഐഡിയയും ഇല്ല. തുറന്നു നോക്കാം. ഇച്ചിരി കുഴഞ്ഞ ഒരു ടെക്സ്ചറിൽ ഇരിപ്പുണ്ട്. അടിയിലോട്ടൊക്കെ ഇച്ചിരി ഒരു വെള്ളം ഉള്ളതുപോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റ് ആകുമെന്ന് തോന്നുന്നു. നോക്കാം. സക്സസ് ആയി, ഫെയില്യൂർ അല്ലായിരുന്നു, സക്സസ് ആയി, കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിൽ കോരിയതാണ്. ഇനി ടേസ്റ്റൊക്കെ ഓക്കെ ആണോ നോക്കട്ടെ. ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയുകയില്ല. അത് ഫസ്റ്റ് അറ്റംപ്റ്റിന് ഒരു 7 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാം. എനിക്കിത് ഇച്ചിരി കുഴഞ്ഞതുപോലെ തോന്നി. നെക്സ്റ്റ് ടൈം അപ്പോൾ കുക്കറിൽ വെക്കണ്ട. ബാക്കിയെല്ലാം മസാലയും ഉപ്പും എല്ലാം ഓക്കെയാണ്. 7 റേറ്റിംഗ് ഔട്ട് ഓഫ് 10. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ പറയുക. അപ്പോൾ അടുത്ത ഡിഷായിട്ട് വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ.